വയനാട് ബേഗൂർ റേഞ്ചിൽപ്പെട്ട തലപ്പുഴ 43-ൽ വനംവകുപ്പിന്റെ വ്യാപക മരമുറി. സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനെന്ന പേരിലാണ് മരങ്ങൾ വെട്ടിമാറ്റിയിരിക്കുന്നത്. 73 മരങ്ങളാണ് DFOയുടെ അനുമതിയില്ലാതെ മുറിച്ചു മാറ്റിയിരിക്കുന്നതെന്നാണ് കണ്ടെത്തൽ. കൂടുതൽ മരങ്ങൾ മുറിച്ചു മാറ്റിയോ എന്നും സംശയമുണ്ട്. അതേസമയം വെട്ടിയ മരങ്ങൾ വിറകായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥരുടെ ന്യായീകരണം. ആഞ്ഞിലി, പ്ലാവ്, കരിവെട്ടി തുടങ്ങിയ നിരവധി മരങ്ങളാണ് വെട്ടിയിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് DFO മാർട്ടിൻ വ്യക്തമാക്കി. ഇല്ല, ഇതുവരെയുള്ള ഫെൻസ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് മരങ്ങൾ മുറിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല. ചില സ്ഥലങ്ങളിൽ മരങ്ങൾ കൂടുതലുള്ളിടത്ത് മരങ്ങൾ തന്നെ ചിലയിടത്ത് പോസ്റ്റായിട്ട്, അതായത് റബ്ബറിൻ്റെ നമ്മൾ ഇത് ബുഷ് വെച്ചിട്ട് അതിനെ പോസ്റ്റായിട്ട് എടുത്തിട്ട് അതിൽ തൂക്കിയിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ഫെൻസ് നിർമ്മിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ചില സ്ഥലങ്ങളിൽ. ഇതുവരെ മരങ്ങൾ മുറിച്ച് ഫെൻസ് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ വനം വകുപ്പ് അങ്ങനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. എന്താണെന്ന് വെച്ചാൽ വനം വകുപ്പിൻ്റെ ലക്ഷ്യം തന്നെ വനസംരക്ഷണവും ഇതാണല്ലോ. അപ്പോൾ കുറച്ച് മരങ്ങൾ അവരുടെ ഫെൻസ് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ചെറുമരങ്ങൾ മുറിച്ച് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിന് നമ്മൾ ഒരു അനുമതി ഇല്ലാണ്ട് വനത്തിൽ നിന്ന് ഒരു മരം പോലും കൊടുക്കാൻ പാടില്ല. അനുമതി ആവശ്യമാണ്. അങ്ങനെ അനുമതി ഇല്ലാണ്ട് ഉദ്യോഗസ്ഥർ മുറിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുത്തിരിക്കുന്നത്. അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. റേഞ്ച് ഓഫീസറിനോട് ഞാൻ റിപ്പോർട്ട് ഉടനെ ചോദിച്ചിട്ടുണ്ട്. റേഞ്ച് ഓഫീസർ റിപ്പോർട്ട് തന്നാൽ അതിന് ശക്തമായ നടപടി എടുക്കും. അനുമതിയില്ലാതെ ഒരു കാരണവശാലും വനത്തിൽ നിന്നും മരം മുറിക്കാൻ പാടുള്ളതല്ല. അനുമതിയില്ലാതെ മരം മുറിച്ചെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മരങ്ങൾ മുറിച്ച് ഫെൻസിംഗ് സ്ഥാപിക്കുന്ന നടപടി വനംവകുപ്പ് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ലെന്നുമാണ് DFO വ്യക്തമാക്കിയിരിക്കുന്നത്. സീ മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.